ഹരേ കൃഷ്ണ. ഉച്ചപൂജ കഴിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഭക്തരുടെ ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദ വിഗ്രഹത്തെ കളഭാഭിഷേകം കഴിഞ്ഞ് സ്വർണ്ണ വർണ്ണത്തിൽ തിളങ്ങുന്ന നമ്മുടെ ഭഗവാനെ, നമ്മുടെ ഗുരുവായൂരപ്പനെ ദർശനം ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യാണ്. ഇന്ന് ശ്രീലകത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് തടിച്ചു ഉരുണ്ട് കുഞ്ഞു കണ്ണനായിട്ടാണ്. കളഭ ചാർത്തണിഞ്ഞ അതീവ സൗന്ദര്യത്തോടെ നിൽക്കുന്ന ഉണ്ണി ഭഗവാന്റെ രൂപം നല്ല ഭംഗിയുണ്ട്. ഉച്ചപൂജയുടെ സമയത്ത് ഭഗവാന് സമർപ്പിച്ച മധുരമേറുന്ന പാൽപ്പായസം, പഴപ്രഥമൻ, തൈര്, വെണ്ണ, പാല്, ത്രിമധുരം ഒക്കെ കൂട്ടി കഴിച്ച് ഒരു സദ്യ തന്നെ ഉണ്ട്. ഭഗവാൻ ഇങ്ങനെ കുഞ്ഞു വയറൊക്കെ, ആ കുഞ്ഞു കൊമ്പയൊക്കെ അല്പം അങ്ങനെ വീർത്തിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഉണ്ണി നിൽക്കുന്നത്. സ്നേഹത്തോടെ സമർപ്പിക്കുന്ന നൈവേദ്യങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ച് തൃപ്തനായ ഭഗവാന്റെ ഭാവമാണിത്. ഭഗവാൻ ഭക്തപരാധീനനാണ് എന്നുള്ളതാണ്. അതായത് ഭക്തരുടെ സ്നേഹത്തിന് അടിമപ്പെട്ടവനാണ് ഭഗവാൻ എന്നുള്ളതാണ്. വിസ്തരിച്ച അമൃതേത്ത് കഴിച്ച് ഇങ്ങനെ കുമ്പിക്ക് വീർപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. ഭഗവാന്റെ അരയിൽ പട്ടുകോണം ധരിച്ചിട്ടുണ്ട്. കുഞ്ഞു കാലുകളിൽ പൊൻതളകൾ അണിഞ്ഞിരിക്കുന്നു. കാലിലെ തളകൾ കിലുങ്ങുമ്പോൾ ഭക്തരുടെ ഹൃദയത്തിലെ അജ്ഞാന അന്ധകാരാണ് നീങ്ങണത് എന്നാണ്. അരയിൽ മനോഹരായിട്ട് കിങ്ങിണിയും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ വലതു കൈയിൽ ഒരു കുഞ്ഞൊരു വെണ്ണയുരുളയുണ്ട്. അമൃതേത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കയ്യിലൊരു വെണ്ണയുരുളിയായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും തൻ്റെ കൈവെള്ളയിലാണ് എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇടത് കൈയിൽ മനോഹരായ പൊന്നോടക്കുഴൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഈ ഓടക്കുഴൽ നാദം പ്രപഞ്ചത്തിൻ്റെ പ്രാണസ്പന്ദനാണ്. കഴുത്തിൽ സുന്ദരമായ മുല്ലമുട്ടുമാലയും വളയം പോലുള്ള ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലും രണ്ട് തോളുകളിലും തിളങ്ങുന്ന സ്വർണ്ണ ഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഈ ഗോപികളൊക്കെ തിളങ്ങുമ്പോൾ ഭഗവാന്റെ മുഖത്തിൽ അതേപോലെ തന്നെ ശോഭ വർദ്ധിച്ച് കാണുകയാണ്. ചെവികളിൽ മനോഹരായ ചെവിപ്പൂക്കളും തിളങ്ങുന്നുണ്ട്. ഭഗവാന്റെ തിരുമുടിയിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്ന പുഷ്പമാലകൾ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. 3 തിരുമുടി മാലകളാണ് ഇന്ന് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. ആദ്യത്തേത് വെളുത്ത പൂക്കളുടെ മുകളിൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് താമരപ്പൂവും തുളസിയും ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തേത് സാക്ഷാൽ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട താമരപ്പൂക്കൾ മാത്രം കോർത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു മാലയാണ്. പിന്നെ കഴുത്തിൽ നോക്കി നോക്കൂ, 2 ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ആ വലിയ ഉണ്ടമാലകളിൽ വെള്ളപ്പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും തുളസിയും ഇങ്ങനെ മാറി മാറി ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് ഒന്ന്. വെളുപ്പ് എന്ന് പറയുന്നത് ശുദ്ധമായ സത്വഗുണത്തെയും ചുവപ്പ് എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വിധാനമായിട്ട് ശ്രീലകത്തിൻ്റെ മുകളിൽ താമര, തുളസി, തെച്ചി, വെളുത്ത പൂക്കൾ എന്നിവയൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള 5-6ഓളം ഉണ്ടമാലകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് ശ്രീലകത്തെ ഒരു ദിവ്യലോകമാക്കി തന്നെ മാറ്റുകയാണ്. ഈ മാലകളുടെയൊക്കെ അടിഭാഗം ഭഗവാന്റെ പുണ്യമായ തൃപ്പാദങ്ങളിലാണ് സ്പർശിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസീദളങ്ങൾ ആ പാദപത്മങ്ങളെ ഇങ്ങനെ പുണർന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ സർവ ആഭരണ വിഭൂഷിതനായി എല്ലാ അലങ്കാരങ്ങളോടും കൂടി ഭഗവാൻ മുഖത്ത് അതീവ മനോഹരായ മന്ദഹാസവും തൂകി നിൽക്കുകയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും മാറ്റി അവരെ അനുഗ്രഹിക്കാൻ സർവസന്നദ്ധനായി നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി എന്നുള്ളതാണ്. ആ ആനന്ദക്കട്ടയുടെ കുഞ്ഞു രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.